തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആദ്യം MLA-യും പിന്നെ MP-യുമായി താൻ അനുഭവിച്ചിരുന്ന ആ പദവികൾ ദുരുപയോഗം ചെയ്ത് അത്തരം കേസുകളിൽ നിന്ന് തൻ്റെ പിൻഗാമിയെ രക്ഷിച്ചെടുക്കാൻ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിവാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും. അതിനിടയിൽ തന്നെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ പറഞ്ഞ് ഇപ്പം അതാണല്ലോ കോൺഗ്രസിൽ നടക്കുന്നത്, കൈവിടുകയാണ്. ഒരാളെ രാജിവെപ്പിച്ചാൽ അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്നും കോൺഗ്രസ് എന്തോ പവിത്രമായ സംഘടനയാണെന്നും ആ തെമ്മാടിക്കൂട്ടത്തിൽ, ഞാൻ ബോധപൂർവം തന്നെയാണ് വാക്ക് ഉപയോഗിക്കുന്നത്, ആ തെമ്മാടിക്കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയിൽ ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അന്തസ്സോടുകൂടി തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് പോലും അതിന്റെ അധികാര കേന്ദ്രങ്ങളിൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പിടിപ്പുകേട് കൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും സംഭവിക്കുന്ന ഈ അപകടങ്ങൾക്ക് അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു എൻഡോഴ്സ്മെന്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്നുള്ളത് രാഹുലിന്റെ ഒരു എക്സ്ട്രാ മെറിറ്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്കുള്ള ഓർമ്മ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ വാക്കുകളുടെ കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു പ്രതിപക്ഷ നേതാവ് പ്ലേസ് ചെയ്തെടുത്തത് എന്ന്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ കണ്ടു കാണും അല്ലേ, ഗതികേട് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല, അത് പോട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ്, നിങ്ങൾക്ക് ആ ഫുട്ടേജ് പരിശോധിക്കാം. ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ആ സ്ഥാനാർത്ഥിത്വത്തിനുള്ള ഒരു എക്സ്ട്രാ മെറിറ്റ് ആണ്, അത് കുറച്ചുകൂടി നല്ലതല്ലേ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഷാഫിയുടെ നോമിനിയാവാൻ മാത്രം മെറിറ്റുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെറിറ്റ് പൊതുസമൂഹം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഷാഫി പറമ്പിലിന്റെ മെറിറ്റ് എത്രത്തോളം ആയിരിക്കുമെന്ന് പാലക്കാട്ടത്തെ ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ, പാലക്കാട് 3 തവണയായി ജയിച്ച് ജനപ്രതിനിധിയായി പോയ ഒരാളെ വിചാരണ ചെയ്യുന്നതിന് തന്നെയാണ് പാലക്കാട്ടത്തെ ജനത ആഗ്രഹിക്കുന്നത്. കാരണം തങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അതിലേക്കൊരു സ്ഥാനാർത്ഥിയെ എൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് അയാൾക്ക് വേണ്ടി ഒരു മാസം മുഴുവൻ ഇവിടെ നിന്ന് ക്യാമ്പയിൻ ചെയ്ത് ജയിപ്പിച്ചെടുക്കുമ്പോൾ ഏത് മെറിറ്റിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് തനിക്ക് പറ്റിയ പ്രതിനിധി, തനിക്ക് പറ്റിയ പിൻഗാമി എന്ന് ഷാഫി അസന്നിഗ്ധമായി വിശ്വസിച്ചതും അത് നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയതും പ്രതിപക്ഷ നേതാവിന്റെ എൻഡോഴ്സ്മെന്റോട് കൂടി തന്നെ ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്നുള്ളതിന്റെ ആ എക്സ്ട്രാ മെറിറ്റ് കൂടി സ്ഥാനാർത്ഥിത്വത്തിന് ഗുണകരമാണ് എന്നുള്ള വ്യാഖ്യാനത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ, പാലക്കാടിന്റെ സാധാരണ ജനതയെ പറഞ്ഞു പറ്റിച്ചത് എന്നും അതുകൊണ്ട് തന്നെ വിചാരണ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുലിൽ അവസാനിക്കില്ല, അത് ഷാഫി പറമ്പിലേക്ക് കൂടി തുടരേണ്ടി വരും, അത് പ്രതിപക്ഷ നേതാവിലേക്ക് കൂടി പടരേണ്ടി വരും എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് കഴിഞ്ഞ 24 മണിക്കൂർ അല്ലെങ്കിൽ 36 മണിക്കൂറിലെ സംഭവവികാസങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്.